നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ സംഘപരിവാർ BJP പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ വേട്ടയാടുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള ആരോപണങ്ങളെ നേരിടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കുടുംബങ്ങളെക്കുറിച്ച് മോശമായി പറയുക എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എടുക്കാം. രാഹുൽ ഗാന്ധിയുടെ വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ മുൻനിർത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ BJP പ്രതിരോധിക്കുന്ന രീതി ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചറിയേണ്ടതാണ്. ആ പ്രതിരോധിക്കുന്ന രീതി പറയുന്നത്, ഞങ്ങൾക്കെതിരെ അഴിമതി ഉന്നയിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു കൊള്ളുക, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി വലിയ അഴിമതിക്കാരനായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ആരോപണത്തിനല്ല മറുപടി നൽകുന്നത്, മറിച്ച് കുടുംബത്തിനെ വേട്ടയാടുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ കുടുംബത്തിനെ വേട്ടയാടുന്നത് കൊണ്ടുള്ള നീക്കം എന്താണ് ഇവരതിൽ ഉദ്ദേശിക്കുന്നത്? ഒരാളെക്കുറിച്ച് സ്വാഭാവികമായിട്ട് ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ, ആ വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ ആ വ്യക്തി മുന്നോട്ട് വരും. പക്ഷെ ആ വ്യക്തിയുടെ കുടുംബത്തെ കയറി ആക്രമിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാലോ, അത് സ്വാഭാവികമായിട്ടും മാനസികപരമായിട്ടും ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയെ വലിയ രീതിയിൽ അത് തളർത്തുകയുണ്ടാകും. അങ്ങനെയുള്ള ഒരു നീക്കമാണ് BJP രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ളത്. രാജീവ് ഗാന്ധിക്കെതിരെ, ഇന്ദിരാഗാന്ധിക്കെതിരെ, നെഹ്റുവിനെതിരെ ഇവർ അണിയറയിൽ വലിയ ഒരു പടയൊരുക്കം തന്നെ നടത്തിയില്ലേ? പക്ഷേ അതൊന്നുമല്ല വിഷയം. ഉജ്ജയിനിൽ രാഹുൽ ഗാന്ധി ഒരു മഹാപ്രഖ്യാപനം നടത്തി, ഒരു മഹാപ്രസ്താവന തന്നെ പുറത്തുവിട്ടു. മരിക്കേണ്ടി വന്നാൽ പോലും ഒരിക്കൽ പോലും ഞാൻ മോദിയുടെയോ BJPയുടെ നേതാക്കന്മാരുടെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞ് അവരെ വേട്ടയാടുകയില്ല എന്ന്. മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഒരിക്കലും ആ നീചകൃത്യത്തിന് മുന്നോട്ട് വരികയില്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുള്ളത്. കൈയടിക്കാം, മനസ്സറിഞ്ഞ് ഒരു കയ്യടി ഈ അജയ്യനായ നേതാവിന് നമുക്ക് നൽകാം. കാരണം വ്യക്തമായ നിലപാട് പറഞ്ഞു. മോദിയുടെ മാതാവിനെ വേട്ടയാടാൻ ഞാനില്ല, അമിത്ഷായുടെ മാതാവിനെ വേട്ടയാടാൻ ഞാനില്ല, അരുൺ ജെയ്റ്റ്ലിയുടെ, രാജ്നാഥ് സിംഗിന്റെ മാതാപിതാക്കളെ വേട്ടയാടാൻ ഞാനില്ല, മറിച്ച് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് മോദിക്കെതിരെയാണ്, അമിത്ഷയ്ക്കെതിരെയാണ്. അവരാണ് എനിക്ക് മറുപടി നൽകേണ്ടത്, അല്ലാതെ അവരുടെ മാതാപിതാക്കളല്ല. അതാണ് പറഞ്ഞത്. ഈ ഭാഗത്ത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന്റെ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ഭാഗത്ത് നേരുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ എന്ന് പറയുന്നത്. കുടുംബങ്ങളെ വേട്ടയാടി ഞങ്ങൾക്കൊന്നും വേണ്ട എന്നാണ് രാഹുൽ ഗാന്ധി ഉജ്ജയിനിൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ പ്രഖ്യാപനം തന്നെ മതി മോദിക്കെതിരെയുള്ള ഏറ്റവും വലിയ മറുപടിയായി നമുക്ക് കാണാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.